നമുക്ക് തിരിച്ചു പോകണം. കാടുകൾ ചുറ്റും ഇരുണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഗാരഡ് ആവശ്യപ്പെട്ടു. വൈൽഡ്ലിംഗുകൾ മരിച്ചിരിക്കുന്നു. മരിച്ചവർ നിങ്ങളെ ഭയപ്പെടുത്തുന്നുവോ? ചെറിയൊരു പുഞ്ചിരിയോടെ സർ വൈമാർ റോയ്സ് ചോദിച്ചു. ഗാരഡ് അതിൽ പ്രതികരിച്ചില്ല. 50 മുകളിലുള്ള ഒരു വയസ്സുകാരനായിരുന്നു അവൻ. അനേകം പ്രഭുക്കന്മാരെ വന്നും പോയതും കണ്ടവൻ. മരണമെന്നത് മരണം തന്നെയാണ്, അവൻ പറഞ്ഞു. മരിച്ചവരുമായി നമുക്ക് കാര്യമില്ല. അവർ ശരിക്കും മരിച്ചിട്ടുണ്ടോ? റോയ്സ് ശാന്തമായി ചോദിച്ചു. അതിന് തെളിവെന്താണ്? വിൽ അവരെ കണ്ടു, ഗാരഡ് പറഞ്ഞു. അവൻ പറയുന്നു അവർ മരിച്ചെന്ന്. അതെനിക്ക് മതിയായ തെളിവാണ്. വിൽ അറിയാമായിരുന്നു ഒടുവിൽ ഈ വാദത്തിലേക്ക് അവനെ വലിച്ചെഴുക്കുമെന്ന്. അത് പിന്നീടാകണമെന്നായിരുന്നു അവന്റെ ആഗ്രഹം. എന്റെ അമ്മ പറഞ്ഞിരുന്നു മരിച്ചവർ പാട്ടുപാടില്ല, അവൻ കൂട്ടിച്ചേർത്തു. എന്റെ ദായമ്മയും അതുപോലെ പറഞ്ഞിരുന്നു, വിൽ റോയ്സ് മറുപടി നൽകി. ഒരു സ്ത്രീയുടെ വാക്കുകൾ എല്ലായ്പ്പോഴും വിശ്വസിക്കേണ്ടതില്ല. മരിച്ചവരിൽ നിന്നുമെങ്കിലും പഠിക്കാൻ ചില കാര്യങ്ങളുണ്ടാകും. അവന്റെ ശബ്ദം കാട്ടിലെ ഇരുണ്ട സന്ധ്യയിൽ അതിരുകടന്നു മുഴങ്ങി. നമുക്ക് മുമ്പിൽ ദൈർഘ്യമേറിയ യാത്രയുണ്ട്, ഗാരഡ് പറഞ്ഞു. 8 ദിവസം, 9 ദിവസമാവാം. ഇപ്പോൾ രാത്രി വീഴുകയാണ്. സർ വൈമാർ ആകാശത്തോട്ട് നോക്കി. ഇത് ദിവസവും ഇങ്ങനെ തന്നെയാണ്. ഇരുട്ടിനെ ഭയപ്പെടുന്നുവോ, ഗാരഡ്? വിൽ ഗാരഡിന്റെ മുഖത്തുള്ള കോപവും അടങ്ങിയിരിക്കുന്ന അസ്വസ്ഥതയും കണ്ടു. അവൻ 40 വർഷം നൈറ്റ്സ് വാച്ചിൽ സേവനം ചെയ്തവൻ. ഇങ്ങനെ പരിഹസിക്കപ്പെടുന്നത് അവന് പതിവില്ലായിരുന്നു. എങ്കിലും അത് മാത്രമല്ലായിരുന്നു. അവന്റെ ഉള്ളിൽ ഭയത്തോട് ചേർന്നൊരു അസ്വസ്ഥത വിൽ തിരിച്ചറിഞ്ഞു. വിലും അതേ അസ്വസ്ഥത പങ്കുവച്ചു. അവൻ 4 വർഷമായി മതിലിനരികിൽ സേവനം ചെയ്തിരുന്നു. ആദ്യമായി മതിലിന് പുറത്തേക്കയച്ചപ്പോൾ പഴയ കഥകളെല്ലാം അവന്റെ മനസ്സിലേക്ക് തിരിച്ചുവന്നു. അവൻ ഭയന്നു വിറച്ചിരുന്നു. പിന്നീട് അതിനെക്കുറിച്ച് അവൻ ചിരിച്ചു. ഇപ്പോൾ 100 കണക്കിന് യാത്രകളിൽ പങ്കെടുത്ത ഒരു പരിചയസമ്പന്നനായിരുന്നു അവൻ. തെക്കൻ ജനങ്ങൾ ഭൂതക്കാട്ട് എന്ന് വിളിക്കുന്ന ആ അനന്തമായ കാട്ടിന് ഇനി ഭയമില്ലായിരുന്നു. പക്ഷേ ഇന്നിറവ് വ്യത്യസ്തമായിരുന്നു. ഈ ഇരുട്ടിന് ഒരു ഭയാനകമായ അറ്റമുണ്ടായിരുന്നു. അതുകൊണ്ട് അവന്റെ ശരീരം വിറയ്ക്കുന്നുവെന്ന് അവന് തോന്നി. 9 ദിവസമായി അവർ യാത്ര ചെയ്യുകയായിരുന്നു. വടക്കോട്ടും വടക്ക് പടിഞ്ഞാറോട്ടും പിന്നെ വീണ്ടും വടക്കോട്ടും. ഒരു വന്യജന സംഘം പിന്തുടർന്ന് അവർ കൂടുതൽ ദൂരത്തേക്ക് നീങ്ങി. ഓരോ ദിവസവും മുൻ ദിവസത്തേക്കാൾ മോശമായിരുന്നു. ഇന്ന് അതിൽ ഏറ്റവും മോശമായ ദിവസം. വടക്കിൽ നിന്ന് തണുത്ത കാറ്റ് വീശി. മരങ്ങൾ ജീവിക്കുന്നവയെപ്പോലെ ശബ്ദിച്ചു. മുഴുവൻ ദിവസവും ആരോ തങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് വിൽക്ക് തോന്നി. തണുത്തതും കരുണയില്ലാത്തതുമായ ഒരു സാന്നിധ്യം. അത് അവനെ ഇഷ്ടപ്പെടുന്നില്ലെന്ന് അവന് തോന്നി. ഗാരഡിനും അതേ അനുഭവമുണ്ടായിരുന്നു. വിൽക്ക് ഏറ്റവും ആഗ്രഹം തോന്നിയത് വേഗത്തിൽ തിരിച്ച് മതിലിന്റെ സുരക്ഷയിലേക്ക് പോകാൻ. പക്ഷേ അത് തന്റെ കമാൻഡറോട് പറയാൻ കഴിയില്ലായിരുന്നു, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഒരാൾക്ക്. സർ വൈമാർ റോയ്സ് ഒരു പഴമയുള്ള കുടുംബത്തിലെ ഇളയ മകനായിരുന്നു. അവൻ 18 വയസ്സുകാരൻ, സുന്ദരനും സുന്ദരമായ ശരീരവുമുള്ളവൻ. അവന്റെ കണ്ണുകൾ ചാരനിറമായിരുന്നു, ശരീരം കത്തിപോലെയുള്ള മിനുക്കമുള്ളത്. വലിയ കുതിരപ്പുറത്തിരുന്നപ്പോൾ വിൽക്കും ഗാരഡിനു മുകളിൽ ഉയർന്നു നിന്നു. അവൻ കറുത്ത ചെരുപ്പും കറുത്ത ഉണ്ണി പാൻസും കറുത്ത കൈയുറകളും ധരിച്ചിരുന്നു. കറുത്ത വസ്ത്രങ്ങളുടെ മുകളിൽ തിളങ്ങുന്ന കാവചം ധരിച്ചിരുന്നു. 6 മാസത്തിൽ താഴെ സമയം മാത്രമേ നൈറ്റ്സ് വാച്ചിലുണ്ടായിരുന്നുള്ളൂ. എങ്കിലും തന്റെ ജോലിക്കായി അവൻ നല്ല രീതിയിൽ തയ്യാറായിരുന്നുവെന്ന് പറയാം. അവന്റെ വേഷഭംഗി അതിന് തെളിവായിരുന്നു. അവന്റെ മേലങ്കി അതിൽ ഏറ്റവും ശ്രദ്ധേയമായിരുന്നു. ഇവരെല്ലാം അവൻ ഒറ്റയ്ക്ക് കൊന്നതാണെന്ന് ഞാൻ കരുതുന്നു, ഗാരഡ് ഒരിക്കൽ പറഞ്ഞു. തലകൾ ഒന്നൊന്ന് തിരിച്ചു പൊട്ടിച്ചിരിക്കണം, നമ്മുടെ മഹാവീരൻ. അവരുടെ കൂടാരത്തിൽ എല്ലാവരും അതിൽ ചിരിച്ചിരുന്നു. മദ്യപിച്ചിരിക്കുമ്പോൾ പരിഹസിച്ച ഒരാളുടെ ഉത്തരവ് കേൾക്കുന്നത് എളുപ്പമല്ലെന്ന് വിൽ ചിന്തിച്ചു. ഗാരഡിനും അതേ തോന്നിയിരിക്കാം. മോർമോണ്ട് നമ്മോട് പിന്തുടരാൻ പറഞ്ഞു. നാം അത് ചെയ്തു, ഗാരഡ് പറഞ്ഞു. അവർ മരിച്ചിരിക്കുന്നു. ഇനി അവർ നമ്മെ ബുദ്ധിമുട്ടിക്കില്ല. നമ്മൾക്ക് മുന്നിൽ കഠിനമായ യാത്രയുണ്ട്. ഈ കാലാവസ്ഥ എനിക്കിഷ്ടമല്ല. മഞ്ഞുവീഴ്ചയായാൽ തിരിച്ചു എത്താൻ 2 ആഴ്ച വേണ്ടിവരും. മഞ്ഞ് തന്നെ നല്ലത്.
ഐസ് കൊടുങ്കാറ്റ് കണ്ടിട്ടുണ്ടോ സർ? യുവപ്രഭു അത് കേൾക്കാത്ത പോലെ നിന്നു. അവൻ സന്ധ്യയുടെ ഇരുട്ടിലേക്ക് നോക്കി, അർദ്ധമായ ശ്രദ്ധയോടെ, അർദ്ധമായ ബോധ്യമില്ലാതെ. വിൽക്കറിയാമായിരുന്നു ഇങ്ങനെ നിൽക്കുമ്പോൾ അവനെ തടസ്സപ്പെടുത്തുന്നത് നല്ലതല്ലെന്ന്. നീ കണ്ടത് വീണ്ടും പറഞ്ഞുകൊട് വിൽ, അവൻ പറഞ്ഞു. എല്ലാം വിശദമായി പറയണം, ഒന്നും ഒഴിവാക്കരുത്. വിൽ ഒരിക്കൽ വേട്ടക്കാരനായിരുന്നു. സത്യത്തിൽ പറഞ്ഞാൽ ഒരു കള്ളവേട്ടക്കാരൻ. തെക്കൻ ജനങ്ങൾ ഭൂതകാട്ട് എന്ന് വിളിച്ച ആ അനന്തമായ ഇരുണ്ട വനപ്രദേശം ഇനി അവനെ ഭയപ്പെടുത്തുന്നില്ലായിരുന്നു. പക്ഷേ ഇന്നിരവ് വരെ മാത്രം. ഇന്നിരവ് എന്തോ വ്യത്യസ്തമായിരുന്നു. ഈ ഇരുട്ടിന് ഒരു കൂർമ്മമായ ഭാവമുണ്ടായിരുന്നു. അതവന്റെ ശരീരം വിറയ്ക്കാനിടയാക്കി. 9 ദിവസമായി അവർ സവാരി തുടരുകയായിരുന്നു. വടക്കോട്ടും വടക്ക് പടിഞ്ഞാറോട്ടും, പിന്നെ വീണ്ടും വടക്കോട്ടും. മതിലിൽ നിന്ന് കൂടുതൽ കൂടുതൽ അകലെ ഒരു വന്യജന കള്ളസംഘത്തെ പിന്തുടർന്ന് അവർ മുന്നേറുകയായിരുന്നു. ഓരോ ദിവസവും മുൻ ദിവസത്തേക്കാൾ മോശമായിരുന്നു. ഇന്ന് അതിൽ ഏറ്റവും മോശം. വടക്കിൽ നിന്ന് ഒരു തണുത്ത കാറ്റ് വീശി. മരങ്ങൾ ജീവിക്കുന്നവയെപ്പോലെ ശബ്ദിച്ചു. മുഴുവൻ ദിവസവും ആരോ തങ്ങളെ നിരീക്ഷിക്കുന്നുവെന്ന തോന്നൽ വിൽക്കുണ്ടായിരുന്നു. തണുത്തതും കരുണയില്ലാത്തതുമായൊരു സാന്നിധ്യം. അതവന് ഇഷ്ടപ്പെടുന്നില്ലെന്ന് അവൻ അനുഭവിച്ചു. ഗാരഡിനും അതേ തോന്നിയിരുന്നു. വിൽക്ക് ഏറ്റവും ആഗ്രഹം തോന്നിയത് വേഗത്തിൽ മതിലിന് സുരക്ഷയിലേക്ക് തിരിച്ചു പോകുക. പക്ഷെ അത് തന്റെ കമാൻഡറോട് പറയാൻ കഴിയാത്ത ഒരു കാര്യമായിരുന്നു, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഒരാൾക്ക്. സർ വൈമാർ റോയ്സ് ഒരു പുരാതന കുടുംബത്തിലെ ഇളയ മകനായിരുന്നു. അവകാശികൾ വളരെ കൂടുതലായിരുന്ന കുടുംബം. അവൻ 18 വയസ്സുകാരൻ, സുന്ദരനും ചാരനിറ കണ്ണുകളുള്ളവനും കത്തിപോലെയുള്ള സുന്ദരമായ ശരീരവുമുള്ളവൻ. വലിയ കറുത്ത കുതിരപ്പുറത്തിരുന്നപ്പോൾ വിൽക്കും ഗാരഡിനും മുകളിൽ ഉയർന്നു നിന്നു. അവൻ കറുത്ത തോൾ ചെരുപ്പും കറുത്ത വസ്ത്രങ്ങളും കറുത്ത കൈയുറകളും ധരിച്ചിരുന്നു. കറുത്ത വസ്ത്രങ്ങളുടെ മുകളിൽ തിളങ്ങുന്ന കറുത്ത കാവചം ധരിച്ചിരുന്നു. 6 മാസത്തിൽ താഴെ മാത്രമാണ് നൈറ്റ്സ് വാച്ചിലുണ്ടായിരുന്നത്. എങ്കിലും തന്റെ ജോലിക്കായി തയ്യാറായിരുന്നുവെന്ന് പറയാം. അവന്റെ മേലങ്കി അതിലേറ്റവും ശ്രദ്ധേയമായിരുന്നു. കട്ടിയുള്ള കറുത്ത അതീവ മൃദുവായ ഒരു മേലങ്കി. ഇവരെല്ലാം അവൻ ഒറ്റയ്ക്ക് കൊന്നതായിരിക്കും, ഗാരഡ് ഒരിക്കൽ പറഞ്ഞു. തലകൾ ഒന്നൊന്ന് പൊട്ടിച്ചിരിക്കണം നമ്മുടെ മഹാവീരൻ. അവരുടെ കൂടാരത്തിൽ എല്ലാവരും ചിരിച്ചു. മദ്യപിച്ചിരിക്കുമ്പോൾ പരിഹസിച്ച ഒരാളുടെ ഉത്തരവ് അനുസരിക്കുക എളുപ്പമല്ലെന്ന് വിൽ ചിന്തിച്ചു. ഗാരഡിനും അതേ തോന്നിയിരിക്കണം. മോർമോണ്ട് നമ്മോട് പിന്തുടരാൻ പറഞ്ഞു, നാം അത് ചെയ്തു, ഗാരഡ് പറഞ്ഞു. അവർ മരിച്ചിരിക്കുന്നു, ഇനി അവർ പ്രശ്നമാകില്ല. നമ്മൾക്ക് മുന്നിൽ കഠിനമായ യാത്രയുണ്ട്. ഈ കാലാവസ്ഥ എനിക്കിഷ്ടമല്ല. മഞ്ഞുവീഴ്ചയായാൽ തിരിച്ചു എത്താൻ 2 ആഴ്ച വേണ്ടിവരും. മഞ്ഞ് തന്നെ നല്ലത്. ഐസ് കൊടുങ്കാറ്റ് കണ്ടിട്ടുണ്ടോ സർ? യുവപ്രഭു അത് കേൾക്കാത്ത പോലെ നിന്നു. അവൻ ഇരുട്ടാകുന്ന സന്ധ്യയെ നോക്കി നിന്നു. അർദ്ധമായി ബോധമുള്ളതും അർദ്ധമായി അവഗണനയുള്ളതുമായ ഒരു നിലയിൽ. വിൽക്കറിയാമായിരുന്നു ഇങ്ങനെ നിൽക്കുമ്പോൾ അവനെ തടസ്സപ്പെടുത്തുന്നത് നല്ലതല്ലെന്ന്. നീ കണ്ടത് വീണ്ടും പറഞ്ഞുകൊട് വിൽ, അവൻ പറഞ്ഞു. എല്ലാ വിശദാംശങ്ങളും പറയണം, ഒന്നും വിട്ടുപോകരുത്. വിൽ ഒരിക്കലൊരു വേട്ടക്കാരനായിരുന്നു. മല്ലിസ്റ്റർ കുതിരസേനക്കാർ അവനെ കൈയോട് പിടികൂടി. മല്ലിസ്റ്ററുകളുടെ സ്വന്തം കാട്ടിൽ അവരുടെ സ്വന്തം മാൻതൊലി കളയുന്നതിനിടെ. അവന് മുന്നിൽ 2 വഴികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: നൈറ്റ്സ് വാച്ചിൽ ചേരുക, അല്ലെങ്കിൽ ഒരു കൈ നഷ്ടപ്പെടുത്തുക. വിൽ പോലെ ശബ്ദമില്ലാതെ കാട്ടിലൂടെ സഞ്ചരിക്കാൻ മറ്റാരും കഴിയില്ലായിരുന്നു. അവന്റെ ഈ കഴിവ് ബ്ലാക്ക് ബ്രദേഴ്സ് വളരെ വേഗം തിരിച്ചറിഞ്ഞു. ക്യാമ്പ് ഇനിയും 2 മൈൽ മുന്നിലാണ്, വിൽ പറഞ്ഞു. അവിടെയുള്ള കുന്നു കടന്ന് ഒരു ചെറുനദിക്കരികിൽ. ഞാൻ ധൈര്യപ്പെട്ടത്ര അടുത്തുപോയി നോക്കി, വിൽ പറഞ്ഞു. അവിടെ 8 പേരുണ്ടായിരുന്നു, പുരുഷന്മാരും സ്ത്രീകളും. കുട്ടികൾ ആരെയും ഞാൻ കണ്ടില്ല. അവർ പാറയ്ക്ക് ചാരിച്ച് ഒരു ചെറിയ കൂടാരമൊരുക്കിയിരുന്നു. ഇപ്പോൾ മഞ്ഞ് അതിനെ മൂടിയിട്ടുണ്ട്, പക്ഷെ ഞാൻ തിരിച്ചറിഞ്ഞു. തീ കത്തുന്നില്ലായിരുന്നു, പക്ഷേ തീ കത്തിച്ച അടയാളം വ്യക്തമായിരുന്നു. ആരും നീങ്ങുന്നില്ല. ഞാൻ വളരെ നേരം നോക്കി. ജീവിച്ചിരിക്കുന്ന ഒരാളും ഇങ്ങനെ നിശ്ചലമായി കിടക്കില്ല. രക്തം കണ്ടോ? റോയ്സ് ചോദിച്ചു. ഇല്ല, വിൽ സമ്മതിച്ചു. ആയുധങ്ങൾ കണ്ടോ?
ചില വാളുകളും കുറച്ച് വില്ലുകളും. ഒരാൾക്കൊരു കൊടാരി ഉണ്ടായിരുന്നു. ഭാരം കൂടിയ ഇരട്ട വാളുള്ള ഭയാനകമായ ഒരു ആയുധം. അതവന്റെ കൈക്കരികിൽ നിലത്ത് കിടന്നിരുന്നു. ശരീരങ്ങളുടെ സ്ഥാനം ശ്രദ്ധിച്ചോ? വിൽ തോളുയർത്തി. ചിലർ പാറയ്ക്ക് ചാരിയിരിക്കുന്നു. മിക്കവരും നിലത്ത് വീണ പോലെ. അല്ലെങ്കിൽ ഉറങ്ങുന്നവരാകാം, റോയ്സ് പറഞ്ഞു. വീണവരാണ്, വിൽ ഉറച്ചു പറഞ്ഞു. ഒരു സ്ത്രീ ഇരുമ്പു മരത്തിന്റെ മുകളിലിരിക്കുന്നു, കൊമ്പുകൾക്കിടയിൽ ഒളിഞ്ഞ്. ഒരു ദൂരദർശിനി പോലെ നോക്കുന്നവൾ. അവൻ ചെറിയൊരു പുഞ്ചിരി ചിരിച്ചു. അവൾ എന്നെ കണ്ടില്ലെന്ന് ഞാൻ ഉറപ്പാക്കി. ഞാൻ അടുത്ത് ചെന്നപ്പോൾ അവളെയും ചലിക്കുന്നില്ലെന്ന് കണ്ടു. അവൻ വിറച്ചു. നിനക്ക് തണുപ്പാണോ? റോയ്സ് ചോദിച്ചു. കുറച്ച്, വിൽ മിണ്ടിമുണങ്ങി. കാറ്റ്, മൈലോഡ്. യുവനായ കുതിരച്ചേവകൻ ഗാരഡിനോട് തിരിഞ്ഞു. ഉണങ്ങിയ ഇലകൾ അവരുടെ ചുറ്റും ശബ്ദിച്ചു. കുതിര അശാന്തമായി നീങ്ങി. ഇവരെ എന്താണ് കൊന്നതെന്ന് നീ കരുതുന്നു, ഗാരഡ്? റോയ്സ് ചോദിച്ചു. തണുപ്പാണ്, ഗാരഡ് ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. കഴിഞ്ഞ ശീതകാലത്ത് ആളുകൾ മരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിനു മുൻപും ഞാൻ ചെറുപ്പത്തിലിരിക്കുമ്പോഴും. എല്ലാവരും വലിയ മഞ്ഞുവീഴ്ചയെക്കുറിച്ച് സംസാരിക്കുന്നു. പക്ഷെ യഥാർത്ഥ ശത്രു തണുപ്പാണ്. അത് മിണ്ടാതെയാണ് എത്തുന്നത്. ആദ്യത്തിൽ നീ വിറയ്ക്കും, പല്ലുകൾ അടരും. ചൂടുള്ള ഭക്ഷണവും തീയും നീ സ്വപ്നം കാണും. തണുപ്പ് കത്തിക്കുന്നു, തീ പോലെ. പക്ഷെ കുറച്ച് സമയത്തേക്ക് മാത്രം. പിന്നീട് അത് നിന്റെ ഉള്ളിലേക്ക് കയറും, നിന്നെ നിറക്കും. അതിനോട് പോരാടാൻ ശക്തി നിനക്ക് നഷ്ടമാകും. ഇരുന്നുറങ്ങുന്നത് എളുപ്പമാകും. അവസാനം വേദന ഒന്നുമില്ലെന്ന് ആളുകൾ പറയുന്നു. മന്ദമായി എല്ലാം മങ്ങിയുപോകും. പിന്നീടത് ചൂടുള്ള പാലിന്റെ സമുദ്രത്തിലേക്ക് മുങ്ങുന്നതുപോലെ. ശാന്തമായൊരനുഭവം. വളരെ മനോഹരമായ വിവരണം, ഗാരഡ്, റോയ്സ് പറഞ്ഞു. നിനക്കത് ഉണ്ടെന്ന് ഞാൻ കരുതിയില്ല. എനിക്കും തണുപ്പ് അനുഭവിച്ചിട്ടുണ്ട്, ഗാരഡ് പറഞ്ഞു. അവൻ തന്റെ തലക്കവചം നീക്കി. അവന്റെ ചെവികളില്ലാത്ത മുറിവുകൾ കാണിച്ചു. 2 ചെവികൾ, 3 വിരലുകൾ. എന്നാൽ ഞാൻ രക്ഷപ്പെട്ടു. എന്റെ സഹോദരൻ കാവലിൽ മരിച്ച നിലയിൽ കണ്ടെത്തി, ചിരിയോടെ. റോയ്സ് ചുണ്ടുയർത്തി. നീ കൂടുതൽ ചൂടുള്ള വസ്ത്രം ധരിക്കണം, ഗാരഡ്. ഗാരഡ് കോപത്തോടെ നോക്കി. ശീതകാലം വരുമ്പോൾ നീ കാണും, അവൻ പറഞ്ഞു. അവൻ വീണ്ടും തലമൂടി മിണ്ടാതിരുന്നു. ഗാരഡ് പറഞ്ഞതുപോലെ തണുപ്പാണെങ്കിൽ, വിൽ തുടങ്ങി. നീ കഴിഞ്ഞ ആഴ്ച കാവൽ നിന്നില്ലയോ? റോയ്സ് ചോദിച്ചു. അതെ, മൈലോഡ്. അപ്പോൾ മതിൽ എങ്ങനെയായിരുന്നു? കരഞ്ഞുകൊണ്ടിരുന്നു, വിൽ പറഞ്ഞു. അവർ തണുപ്പിൽ മരിച്ചിരിക്കില്ല. മതിൽ കരഞ്ഞാൽ അത്ര തണുപ്പില്ലായിരുന്നു, റോയ്സ് തലകുനിച്ചു. ബുദ്ധിമാൻ. ഇത്ര ശക്തമായ തണുപ്പുണ്ടായിരുന്നില്ല. 8 പേരെ കൊല്ലാൻ മതിയാകുന്നില്ല, അവൻ പുഞ്ചിരിച്ചു. വിൽ, നമ്മെ അവിടേക്ക് നയിക്കൂ. ഞാൻ ഈ മരിച്ചവരെ നേരിട്ട് കാണണം. എഴുന്നേൽക്കൂ, വിൽ, റോയ്സ് പറഞ്ഞു. ഇവരെ ആരുമില്ല. ഞാനൊരു പരാജയമായി മടങ്ങില്ല. നമ്മളവരെ കണ്ടെത്തും. മരത്തിൽ കയറൂ, വേഗം. വിൽ മിണ്ടാതിരുന്നു. അവൻ മരത്തിലേക്ക് കയറി. ഭയം അവനെ പിടിച്ചു. അവൻ തന്റെ കത്തി പുറത്തെടുത്തു. തണുത്ത ഇരുമ്പിന്റെ രുചി അവന് ആശ്വാസമായി. താഴെ നിന്ന് ശബ്ദം. ആരാണവിടെ? റോയ്സിന്റെ ശബ്ദത്തിൽ സംശയമുണ്ടായിരുന്നു. വിൽ കയറൽ നിർത്തി. അവൻ കേട്ടു, നോക്കി. കാടുകൾ മറുപടി നൽകി. ഇലകളുടെ ശബ്ദം, ഒഴുക്കിന്റെ തണുത്ത പാച്ചിൽ, ദൂരെ ഒരു മഞ്ഞപ്പൂച്ചയുടെ മുഴക്കം. അവരാണ് ഒന്നും ശബ്ദമുണ്ടാക്കാത്തത്. വില്ലിന് കണ്ണിന്റെ കോണിൽ ചലനം കണ്ടു. വെളുത്ത നിഴലുകൾ കാടിലൂടെ ഒഴുകുന്നതുപോലെ. അവൻ തല തിരിച്ചു. ഇരുട്ടിൽ ഒരു വെളുത്ത നിഴൽ കണ്ടു. പിന്നെ അത് ഇല്ലാതായി. കൊമ്പുകൾ കാറ്റിൽ മൃദുവായി ചലിച്ചു. തമ്മിൽ തട്ടിക്കൊണ്ടു മരത്തിൻ വിരലുകൾ പോലെ ശബ്ദമുണ്ടാക്കി. വിൽ മുന്നറിയിപ്പ് വിളിക്കാൻ വായ തുറന്നു. പക്ഷേ വാക്കുകൾ തൊണ്ടയിൽ തന്നെ ഉറഞ്ഞുപോയതുപോലെ. ഒരുപക്ഷെ അവൻ തെറ്റിച്ചിരിക്കാം. ഒരുപക്ഷെ അത് ഒരു പക്ഷിയായിരുന്നു. മഞ്ഞിൽ പ്രതിഫലനം. അല്ലെങ്കിൽ ചന്ദ്രപ്രകാശത്തിന്റെ ഒരു കലി. ഒടുവിൽ അവൻ എന്താണ് കണ്ടത്? വിൽ, നീ എവിടെയാണ്? സാർ വേമാർ വിളിച്ചു. നിനക്കെന്തെങ്കിലും കാണുന്നുണ്ടോ? അവൻ മന്ദഗതിയിൽ ചുറ്റിത്തിരിഞ്ഞു. പെട്ടെന്ന് ജാഗ്രതയോടെ, കയ്യിൽ വാൾ. അവരെത്തിയെന്ന് അവനും അനുഭവിച്ചിരിക്കണം, വിൽ പോലെ. കാണാനൊന്നുമില്ലായിരുന്നു. മറുപടി പറയൂ, ഇത്ര തണുപ്പെന്തിന്? തണുപ്പുണ്ടായിരുന്നു. വിറച്ചുകൊണ്ട് വിൽ തന്റെ ഇരിപ്പിടത്തിൽ കൂടുതൽ ഉറച്ചുപിടിച്ചു.
അവന്റെ മുഖം മരത്തിന്റെ തണ്ടിലമർത്തി. മധുരമുള്ള പിണഞ്ഞ രസം കവിളിൽ അവൻ അനുഭവിച്ചു. ഒരു നിഴൽ കാടിന്റെ ഇരുട്ടിൽ നിന്ന് പുറത്തു വന്നു. അത് റോയ്സിന്റെ മുന്നിൽ നിന്നു. ഉയരമുള്ളതും പഴയ എലുമ്പുകളെപ്പോലെ കഠിനവുമായതും പാലുപോലെ വെളുത്ത ചർമ്മമുള്ളതും. അത് ധരിച്ചിരുന്ന കവചം ചലിക്കുമ്പോൾ നിറം മാറുന്നതുപോലെ തോന്നി. ഇവിടെ പുതിയ മഞ്ഞുപോലെ വെളുപ്പ്, അവിടെ നിഴലുപോലെ കറുപ്പ്, എല്ലായിടത്തും മരങ്ങളുടെ ചാരപച്ച നിറത്തിൽ മങ്ങിയ രൂപങ്ങൾ. അത് ചന്ദ്രപ്രകാശം വെള്ളത്തിലൊഴുകുന്നതുപോലെ നീങ്ങുകയായിരുന്നു. സാർ വേമാറിന്റെ ശ്വാസം നീണ്ട ഒരു ശബ്ദത്തോടെ പുറത്തേക്ക് പോകുന്നത് വിൽ കേട്ടു. ഇനിയും അടുത്തേക്ക് വരരുത്, യുവപ്രഭു മുന്നറിയിപ്പ് നൽകി. അവന്റെ ശബ്ദം ഒരു ബാലന്റെ പോലെ വിറച്ചു. അവൻ തന്റെ കരിമ്പട്ട കുപ്പായം പുറകിലേക്കെറിഞ്ഞ് കൈകൾ സ്വതന്ത്രമാക്കി വാൾ 2 കൈകളിലും പിടിച്ചു. കാറ്റു നിർത്തി. അത്യന്തം തണുപ്പ്. അവൻ ശബ്ദമില്ലാതെ മുന്നോട്ടു നീങ്ങി. അവന്റെ കയ്യിൽ വിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു നീളം കൂടിയ വാൾ. മനുഷ്യന്റെ ലോഹമല്ല അത്. ചന്ദ്രപ്രകാശത്തിൽ ജീവിക്കുന്നതുപോലെ സുതാര്യമായ ഒരു ക്രിസ്റ്റൽ കഷണം, അരികിൽ നിന്ന് നോക്കുമ്പോൾ കാണാനാകാത്തത്ര നേർത്തത്. അതിന്റെ അരികുകളിൽ നീലപ്രകാശം തെളിഞ്ഞു. അവൻ ശബ്ദമില്ലാതെ മുന്നോട്ട് നീങ്ങി. അവന്റെ കയ്യിൽ വിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു നീളം കൂടിയ വാൾ. മനുഷ്യന്റെ ലോഹമല്ല അത്. ചന്ദ്രപ്രകാശത്തിൽ ജീവിക്കുന്നതുപോലെ സുതാര്യമായ ഒരു ക്രിസ്റ്റൽ കഷണം, അരികിൽ നിന്ന് നോക്കുമ്പോൾ കാണാനാകാത്തത്ര നേർത്തത്. അതിന്റെ അരികുകളിൽ നീലപ്രകാശം തെളിഞ്ഞു. സാർ വേമാർ ധൈര്യത്തോടെ നേരിട്ടു. എന്നോടൊപ്പം നൃത്തം ചെയ്യൂ, അവൻ പറഞ്ഞു. അവൻ വാൾ തലമുകളിലേക്ക് ഉയർത്തി. അവന്റെ കൈകൾ വിറച്ചു, ഭാരം കൊണ്ടോ തണുപ്പുകൊണ്ടോ. പക്ഷെ ആ നിമിഷത്തിൽ വിൽ കരുതി, അവനിനി ബാലനല്ല, രാത്രികാവൽക്കാരുടെ ഒരു പുരുഷൻ. അവൻ നിർത്തി. അവന്റെ കണ്ണുകൾ വിൽ കണ്ടു. ആഴമുള്ള നീല, മനുഷ്യന്റെ കണ്ണുകളേക്കാൾ തണുത്തത്. ഒരു നിമിഷം പ്രതീക്ഷ തോന്നി. നിഴലുകളിൽ നിന്ന് മറ്റുള്ളവർ പുറത്തു വന്നു. 3, 4, 5. അവ ശബ്ദമില്ലാതെ ചുറ്റിനിന്നു. വിൽ വിളിക്കണമെന്ന് തോന്നി. അതവന്റെ കടമ. പക്ഷെ അതവന്റെ മരണവുമായിരിക്കും. അവൻ മിണ്ടാതെ നിന്നു. വെളുത്ത വാൾ വായുവിലൂടെ വിറച്ചു. സാർ വേമാർ അതിനെ ഇരുമ്പുകൊണ്ട് നേരിട്ടു. വാളുകൾ ഏറ്റുമുട്ടുമ്പോൾ ലോഹത്തിന്റെ ശബ്ദമില്ല, പകരം ഒരു വിചിത്രമായ ഉയർന്ന ശബ്ദം. അവൻ പിന്നോട്ടു നീങ്ങി. വീണ്ടും പ്രഹരങ്ങൾ, വീണ്ടും പിന്നോട്ട്. ചുറ്റും നിശബ്ദമായി അവർ നിന്നു. അവർ ഇടപെട്ടില്ല. വാളുകൾ വീണ്ടും വീണ്ടും കൂട്ടിയിടിച്ചു. വിൽ ചെവികൾ മൂടണമെന്ന് തോന്നി. സാർ വേമാർ ശ്വാസം മുട്ടി. അവന്റെ വാൾ മഞ്ഞുകൊണ്ട് വെളുത്തു. മറ്റേത് നീലപ്രകാശത്തിൽ നൃത്തം ചെയ്തു. അവസാനം ഒരു തെറ്റ്. വെളുത്ത വാൾ അവന്റെ കൈക്കീഴിലൂടെ കുത്തി. അവൻ വേദനയിൽ വിളിച്ചു. രക്തം മഞ്ഞിൽ വീണു. അവനൊരു അജ്ഞാത ഭാഷയിൽ സംസാരിച്ചു. ശബ്ദം മഞ്ഞു പൊട്ടുന്നതുപോലെ. റോബർട്ടിനായി, സാർ വേമാർ വിളിച്ചു. അവൻ ശക്തിയായി ആക്രമിച്ചു. വാളുകൾ തട്ടിയപ്പോൾ ഇരുമ്പ് തകർന്നു. ഒരു നിലവിളി കാടിൽ മുഴങ്ങി. വാൾ 100 കണക്കിന് കഷണങ്ങളായി ചിതറിപ്പോയി. മറ്റുള്ളവർ മുന്നോട്ടു നീങ്ങി. അവർ ശബ്ദമില്ലാതെ കൊന്നു. വിൽ കണ്ണുകളടച്ചു. വീണ്ടും തുറന്നപ്പോൾ എല്ലാം ശൂന്യം. അവൻ താഴേക്കിറങ്ങി. റോയ്സ് മഞ്ഞിൽ കിടന്നു, ഒരു ബാലൻ പോലെ, വാൾ തകർന്ന നിലയിൽ. വിൽ അതെടുത്തു. വിൽ എഴുന്നേറ്റു. സാർ വേമാർ റോയ്സ് അവന്റെ മുന്നിൽ നിന്നു. അവന്റെ മുഖം നശിച്ച നിലയിൽ. ഒരു വാൾ കഷണം കണ്ണിൽ കുത്തിയിരുന്നു. മറ്റേ കണ്ണ് തുറന്നു. നീലമായി ജ്വലിച്ചു. അത് കണ്ടു. വാൾ അവന്റെ കയ്യിൽ നിന്ന് വീണു. വിൽ കണ്ണുകളടച്ചു പ്രാർത്ഥിച്ചു. തണുത്ത കൈകൾ അവന്റെ കഴുത്തിൽ പിടിച്ചു.